ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് ചെറിയൊരു റിക്വസ്റ്റ് ഞങ്ങൾക്കുണ്ട് എന്ന് ജീവൻ്റെ അച്ഛനും അമ്മയും പറയണം. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ മൂത്ത മോള് അങ്ങ് UK-ലാണല്ലോ, അവളുടെ അടുത്തേക്ക് ഞാനും വേണിച്ചേട്ടനും പോകും, അതുകൊണ്ടാ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ബാലൻ പറയും, കല്യാണം വേഗം നടത്തുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് നടത്താം. ഇത് കേൾക്കുമ്പം നമ്മുടെ ജീവൻ്റെ അച്ഛൻ പറയട്ടോ ജീവനോട്, എടാ നിന്റെ കല്യാണക്കാരെ ഇവിടെ തീരുമാനിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ദേ ഇപ്പം പറഞ്ഞോണം, പിന്നെ ഞാനത് പറഞ്ഞില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ജീവൻ പറയും, അത് അങ്കിൾ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ബാലനോട് പറയൂട്ടോ. എന്താ മോനെ, എന്താണെങ്കിലും മോനെ ഞങ്ങളോട് പറയാലോ. അത് പിന്നെ ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്, എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നും കരുതി ഞാൻ നിങ്ങളെ ആരും നിർബന്ധിക്കുകയും ചെയ്യത്തില്ല എന്ന് പറയാം. എന്താണേലും മോന് പറയാലോ എന്ന് വീണ്ടും ബാലനപ്പം ജീവനോട് പറയൂട്ടോ. വേറൊന്നുമല്ല, ഇപ്പം ഈ കല്യാണത്തിൻ്റെ പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണാറുണ്ടല്ലോ, ഹൽദി, മെഹന്തി, സംഗീത്, പിന്നെന്താ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, ഈ വക ചടങ്ങുകളോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ലെങ്കിലേ ലളിതമായിട്ടൊരു ചടങ്ങ്. എന്നെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചേർച്ചയാണ് പ്രധാനം. ഇത്രയും ആഡംബരമായിട്ട് കല്യാണം നടന്നിട്ടും അവർ തമ്മിൽ മാനസികമായിട്ടൊരു അടുപ്പമില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം. കല്യാണത്തിന് ശേഷം പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും മുന്നോട്ട് ജീവിക്കണം സന്തോഷത്തോടെ. രണ്ടു പേരുടെയും സ്വഭാവത്തിലെ വൈരുദ്ധ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് സമാധാനത്തോടെ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നിടത്ത് ഒരു വിവാഹം പൂർണ്ണ വിജയം നേടുക എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ വെറുതെ ഇത്രയും ആഡംബരപൂർവ്വം ആ നാട്ടുകാരൻ കാണിച്ച് ആഘോഷ തീർപ്പിൽ നടത്തേണ്ട ഒരാവശ്യമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങളുടെ വിഭാഗം ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ചോ ലളിതമായൊരു ചടങ്ങ്, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഒരാഗ്രഹം പറഞ്ഞതാ, നിങ്ങളെ നിർബന്ധിക്കുകയുമല്ല എന്ന് ജീവൻ പറയാം. അപ്പോൾ ജീവൻ്റെ അഭിപ്രായം കേൾക്കുമ്പം എല്ലാവർക്കും വളരെ ആശ്ചര്യം തോന്നുവാണേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഡംബരപൂർവ്വം കല്യാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് തികച്ചും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ ജീവനെന്ന് തോന്നുക. ബാലനും ഗോമതിക്കും ഒക്കെ ജീവൻ്റെ ആഗ്രഹവും പെരുമാറ്റമൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ എല്ലാവരും ജീവൻ്റെ കാര്യത്തിൽ ഒരുപാട് താല്പര്യം കാണിക്കുകയാണ് കേട്ടോ ജീവൻ്റെ ആ ഒരു സംസാരത്തോടു കൂടി. അത്രയും ലളിതമായിട്ടുള്ളൊരു വ്യക്തിയാണ് ജീവനെന്ന് അവർക്കൊക്കെ ബോധ്യപ്പെടുക. എന്തിന് നമ്മുടെ അനുസരിക്ക് പോലും ജീവൻ്റെ ആ നിലപാടുകളോട് വളരെയേറെ ബഹുമാനം തോന്നുവാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ജീവൻ്റെ അച്ഛൻ പറയും, ഇതാ ഇവൻ്റെ കുഴപ്പം, ഇവൻ ഞങ്ങൾ എത്ര പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെന്ന് അറിയാവോ, ഒരു കല്യാണം നടക്കാത്തതേ ഇവൻ്റെ ഈ ഡിമാൻഡ് കാരണമാണ്. ഇവൻ അവിടെ ചെന്നിട്ട് പറയും ലളിതമായിട്ട് ചടങ്ങ് നടത്തിയാൽ മതിയെന്ന്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നത് തന്നെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടത്താനും സംഗീതവും മെഹന്തി ഹൽദിയൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയാ. അങ്ങനെയുള്ളപ്പം അതൊന്നും പാടില്ല എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് ജീവൻ്റെ അച്ഛനും അമ്മയും കൂടി പറയണം കേട്ടോ. ദേ ബാല, ഇവൻ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ കല്യാണം നടത്തിക്കോ, ഇവൻ്റെ കാര്യമേ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ പറയൂട്ടോ. പെട്ടെന്ന് നമ്മുടെ ബാലൻ പറയും, അയ്യോ ജീവൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, നല്ല കാര്യമല്ലേ ജീവൻ പറഞ്ഞത്. കല്യാണം കഴിക്കാൻ ഇറങ്ങുന്ന ചെറുപ്പക്കാർ ജീവനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ പല കുടുംബങ്ങളും ഇന്ന് കടക്കണിയിൽപ്പെട്ടു പോകില്ലായിരുന്നു. മോനെ, അനു ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. അവളുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും എന്ന് അപ്പം ബാലൻ പറയാൻ കേട്ടോ. അപ്പം അതിനെ ശരി വെച്ചുകൊണ്ട് മക്കളെല്ലാം തലയാട്ടുകയാണ്. ഒരുപാട് ആഡംബരമൊന്നും ഇല്ലാതെ നമുക്ക് ഈ കല്യാണം ഒരു അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താം, അതിന് ജീവൻ എതിർപ്പൊന്നും ഇല്ലല്ലോ എന്ന് ബാലൻ ചോദിക്കുക. ഏയ് ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെ സംസാരിച്ചില്ലല്ലോ, ബാലൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ജീവൻ്റെ അച്ഛനപ്പം ചോദിക്കുക. അപ്പം പെട്ടെന്ന് ജീവൻ്റെ അമ്മ പറയും, അതെ ശ്രീധനത്തിൻ്റെ കാര്യമാണോ? അത് അങ്ങനെയല്ല, അങ്ങനെ ഒരു നാട്ടുനടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് ബാലൻ പറയും. സ്ത്രീയാണ് ധനം, അതിലും പരം വലിയ ധനമൊന്നും ഈ ലോകത്തില്ല എന്ന് കരുതുന്നവരാ ഞങ്ങളെല്ലാവരും. ഇതെൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതാ എന്ന് ജീവനപ്പം പറയൂട്ടോ. ബാല, പുരോഗമന ചിന്താഗതിയുള്ളൊരു കുടുംബമാണ് എൻ്റേത്. ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു വിട്ടപ്പം 1 രൂപ പോലും സ്ത്രീധനം കൊടുത്തിട്ടില്ല, രാജീവ് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുമില്ല എന്ന് ജീവൻ്റെ അച്ഛൻ പറയണം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം എല്ലാവർക്കും വളരെ സന്തോഷം തോന്നുക. അപ്പം പിന്നെ എൻ്റെ മകൻ്റെ കാര്യം വരുമ്പം സ്ത്രീധനം ആവശ്യപ്പെടുന്നത് ന്യായമാണോ? ഞങ്ങൾക്ക് സ്വർണവും വേണ്ട പണവും വേണ്ട, ആ മോളെ ഇങ്ങ് തന്നാൽ മതി എന്ന് ജീവൻ്റെ അമ്മ പറയും. ഞങ്ങൾ പൊന്നുപോലെ അവളെ നോക്കിക്കോളാം.
അപ്പം ബാലൻ പറയും, അയ്യോ സ്ത്രീധനമായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കരുത്, അനുമോൾക്ക് വേണ്ടി ഞാൻ ചെറിയൊരു സമ്പാദ്യം കരുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ജീവന് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതൊരു അച്ഛൻ്റെ കടമയാണ്, എൻ്റെ ആഗ്രഹമാണ്, അതിനെ എതിർക്കരുത്. നമ്മുടെ ബ്രോക്കറും പറയും, സ്ത്രീധനമായിട്ടല്ലെന്ന് ബാലേട്ടൻ പറഞ്ഞല്ലോ, നിങ്ങൾ എതിർക്കണ്ട, എന്നാലും അതൊന്നും ശരിയല്ല എന്ന് ജീവൻ പറയൂട്ടോ. ബാലേട്ടൻ്റെ മകൾക്ക് ബാലേട്ടൻ ഇഷ്ടമുള്ളത് കൊടുക്കാലോ എന്ന് വീണ്ടും ബ്രോക്കർ ശിവൻ പറയാം. അതതിൻ്റെ ശരിയല്ലേ ജീവൻ എന്ന് ചോദിക്കാം. അത് ഒരു 75 പവൻ്റെ സ്വർണം ഞങ്ങൾ അനുവിന് കൊടുക്കും എന്ന് ബാലൻ പറയും. പിന്നെ അവളുടെ പേരിൽ ഒരു 10 ലക്ഷം രൂപയുടെ FD ഉണ്ട് എന്ന് പറയാണ്. 10 ലക്ഷമോ എന്ന് അപ്പം എല്ലാവരും ഇങ്ങനെ പരസ്പരം പറയാണ് കേട്ടോ. ഇത്രയൊക്കെ അനുവിൻ്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ നിൽക്കുക. ഇത് കൂടാതെ ജീവന് ഒരു പുതിയ കാറും വാങ്ങി നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. അപ്പോൾ ആകാശനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ നെഞ്ചത്ത് പിടിക്കുകയാണ് കേട്ടോ. ഗോമതിയും ഞെട്ടി നിൽക്കുക. ഇതെവിടുന്ന എന്ന് മീനു അപ്പം ഗോമതിയോട് ചോദിക്കുകയാണ് കേട്ടോ. ഗോമതി പറയും, എനിക്കറിയില്ല, ബാലേട്ടൻ ഒന്നും കാണാതെ പറയില്ല എന്ന് പറയണം കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ കണ്ണടച്ച് കാണിക്കുക, ഇതൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുക. ഇതൊന്നും വേണ്ടെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത്. അപ്പം ജീവൻ പറയും, അങ്കിളുടെ മകൾക്ക് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അങ്കിളാ, അത് ഞാൻ എതിർക്കാൻ പാടില്ല, അതെനിക്കറിയാം. പക്ഷേ അങ്കിൾ ഇപ്പം പറഞ്ഞല്ലോ 75 പവൻ സ്വർണത്തിൻ്റെ കാര്യം, ആ സ്വർണം അനുവിൻ്റെ പേരിൽ ഒരു ബാങ്ക് ലോക്കർ തുടങ്ങി അതിൽ വെച്ചാൽ മതി, അത് എൻ്റെ പേര് തരണ്ട എന്ന് ജീവൻ പറയാണ് കേട്ടോ. ആ സ്വർണത്തിൻ്റെ പൂർണ്ണ അവകാശം അനുവിന് മാത്രമായിരിക്കും. അതുപോലെ അങ്കിൾ എന്ത് കൊടുത്താലും അതെല്ലാം അനുവിന് മാത്രം അവകാശപ്പെട്ടതാ എന്ന് പറയാം. പിന്നെ 10 ലക്ഷം രൂപയുടെ FD, അതും അനുവിൻ്റെ പേരിൽ തന്നെ കിടന്നോട്ടെ, ആ FD ഇപ്പം ബ്രേക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ജീവൻ ചോദിക്കുകയാണ്. അപ്പോൾ ജീവൻ്റെ നിലപാട് കേൾക്കുമ്പം എല്ലാവർക്കും സന്തോഷമാവുക. നാളെ അനുവിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സ്വർണവും പണവും അനുവിന് തന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് ജീവൻ ചോദിക്കുകയാണ്. പിന്നെ പുതിയ കാർ വാങ്ങി തരുന്ന കാര്യം, നിലവിൽ എനിക്കൊരു കാറുണ്ട്, അതിന് നല്ല മൈലേജും ഉണ്ട്, അതുകൊണ്ട് ഇപ്പം എനിക്കൊരു കാറിൻ്റെ ആവശ്യമില്ല അങ്കിളെ എന്ന് ജീവൻ പറയാം. ഇനി പുതിയൊരു കാറ് മേടിക്കുകയാണെങ്കിൽ തന്നെ അത് ഇലക്ട്രിക് കാറായാൽ നന്നായിരിക്കും, പക്ഷേ ആ കാറ് വാങ്ങുന്നതും അനുവിൻ്റെ പേര് തന്നെ ആയിരിക്കണം എന്ന് പറയാം. അപ്പം ജീവൻ്റെ അച്ഛനും അമ്മയും അതാ അതിൻ്റെ ശരി എന്നുള്ള രീതിയിൽ തലയാട്ടാണ് കേട്ടോ. എല്ലാവർക്കും ജീവൻ്റെ സംസാരം ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ എനിക്കിതൊക്കെ ഓക്കെയാണ്, ഞാൻ ഒന്നിനും എതിർക്കില്ല. സ്ത്രീധനം കണക്ക് പറഞ്ഞു വാങ്ങുന്ന, കല്യാണം കച്ചവടമായി കാണുന്ന ഒരുപാട് മനുഷ്യരുള്ള നമ്മുടെ ഈ നാട്ടിൽ കാശും പണവും കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പെൺകുട്ടികളെ കൊല്ലാക്കൊല ചെയ്യുന്ന അമ്മായിമ്മമാരുടെയും ഭർത്താക്കന്മാരുടെയും എത്രയെത്ര വാർത്തകൾ നമ്മൾ ദിവസേന TV കാണുന്നത്. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ തികച്ചും വ്യത്യസ്തരായ മനുഷ്യരാ. അസ്ഥാനത്ത് ജീവനും കുടുംബവും അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. നിങ്ങളിൽ നിന്നും ഇങ്ങനൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ജീവൻ്റെ ഈ നിലപാടും ഒക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചു. ഇങ്ങനെ വേണം ഓരോരുത്തരും ചിന്തിക്കാൻ. എൻ്റെ മോളുടെ ഭാവി ഓർത്ത് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇനി യാതൊരുവിധ ആശങ്കയില്ല. എൻ്റെ മകൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമായത് എന്ന് ബാലൻ പറയാണ്. പിന്നെ ജീവൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ബാലൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പം ബ്രോക്കർ പറയും, എന്നാൽ പിന്നെ കല്യാണത്തിന് നമുക്കൊരു ഡേറ്റ് തീരുമാനിച്ചാലോ? തീരുമാനിക്കാം എന്ന് ബാലനും അപ്പം പറയാൻ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കല്യാണത്തിന് ഒരു ഡേറ്റ് കുറിക്കാനായിട്ട് നോക്കുക. ഇതേ സമയം ഇതൊന്നും ഇഷ്ടപ്പെടാതെ സുകന്യ ഇവിടെ നിൽക്കുകയാണ്. എത്രയും വേഗം ഈ കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്തെ അറിയിക്കണം. അങ്ങനെ കല്യാണത്തിന് ഡേറ്റൊക്കെ കുറിച്ച് അവരെല്ലാവരും യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ. ഇറങ്ങാൻ നേരത്തെ ജീവൻ നമ്മുടെ അനുശ്രീയോട് പതിയെ പറയും, ഫോൺ വിളിക്കാം എന്ന്. അനുവും ഓക്കെ എന്നുള്ള രീതിയിൽ തലയാട്ടുവാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും കൃഷ്ണമംഗലത്ത് അലോക് നിൽപ്പുണ്ട്. ആ യാത്ര പറഞ്ഞ് ചെറുക്കം കൂട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ സുകന്യ കൃഷ്ണമംഗലത്തേക്ക് എത്തിച്ചേരുകയാണ്. എന്തായി സുകന്യ അവിടുത്തെ കാര്യങ്ങൾ? ഒന്നും പറയണ്ട രാജശ്രീ ചേച്ചി, അനുവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ചെറുക്കനും കൂട്ടരും അവർ. എന്ത് നല്ല സ്വഭാവം, തങ്കപ്പെട്ടൊരു ചെറുക്കൻ. അതുപോലെ തന്നെ ആ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ മനുഷ്യരുണ്ടെന്ന് മഷിയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അതുപോലൊരു കുടുംബം. ബാലേട്ടന് ശരിക്കും ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് കല്യാണം പോലും ലളിതമായിട്ട് നടത്തിയാൽ മതിയെന്ന. പക്ഷേ അത്യാവശ്യം ആഡംബരപൂർവ്വേ അനുവിൻ്റെ കല്യാണം നടത്തൂന്ന ബാലേട്ടൻ പറയുന്നത്. ഇതൊന്നും ശരിയാകില്ല അച്ചുവേട്ടാ, അനുശ്രീ ഇവിടെ ജീവിച്ചാൽ മതി. അവളുടെ കല്യാണം വേറൊരാളായിട്ടും ഒരിക്കലും നടക്കാൻ പാടില്ല. അച്ചുവേട്ടനെ ആലോകിനെ മില്ല് കയറി വന്ന് ദേവമംഗലത്തുകാർ തല്ലിയപ്പോൾ തന്നെ ഞാൻ ഈ കാര്യം മനസ്സിൽ ഉറപ്പിച്ചതാ. അവരുടെ മകൾക്ക് അങ്ങനെ നല്ലൊരു ജീവിതം കിട്ടണ്ട എന്ന് രാജശ്രീ പറയാം. ഇതിനൊക്കെ പകരം ചോദിക്കുന്നത് അനുശ്രീയും അലോകും തമ്മിലുള്ള കല്യാണം നടത്തിക്കൊണ്ടായിരിക്കുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിജ്ഞ എടുത്തതാ.
കന്നത് ഉറപ്പിച്ച് പറഞ്ഞതുവാ. അല്ല, അവൻ നമുക്ക് വാക്ക് തന്നിട്ടുള്ളതാണല്ലോ, അപ്പം അവൻ തന്നെ നടത്തിയെടുത്തട്ടെ എന്ന് അപ്പം അച്യുതൻ പറയാൻ കേട്ടോ. അല്ല, അവൻ എന്തേ എന്ന് അച്യുതൻ ചോദിക്കുക. അല്ല അച്ചുവേട്ടാ, ചേച്ചി, നിങ്ങൾ വലിയ കുഴപ്പങ്ങളും കലാപങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, അതെ എന്നെ കൂടിയാണ് ബാധിക്കുന്നത് എന്ന് സുകന്യ അപ്പം പറയാം. എന്തായാലും ശരി, അലോക് രണ്ടിലൊരു തീരുമാനം എടുക്കണം. അല്ല, അവനല്ലേ നമ്മളോട് സത്യം ചെയ്തേ അനുശ്രീയെ മാത്രമേ കിട്ടുള്ളെന്ന്, അപ്പം അവൻ തന്നെ നടത്തിയെടുക്കട്ടെ. ബാങ്ക് ഉദ്യോഗസ്ഥനല്ല, ബാങ്ക് ഉടമസ്ഥൻ വന്നാലും അലോക് പിന്മാറാൻ പോകുന്നില്ല എന്ന് രാജശ്രീ പറയും. അല്ലെങ്കിൽ അലോക് പിന്മാറിയാലും ഞാൻ മുട്ടുമടക്കില്ല. എൻ്റെ ചേച്ചി ഇങ്ങനെ കടുപ്പിച്ചൊന്നും പറയല്ലേ, എനിക്കവിടെ കഴിയേണ്ടതാ. അല്ല, നീ എന്തിനാ അവിടെ കഴിയുന്നേ? നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരാൻ, നിനക്ക് ഇവിടെ കഴിയാലോ. വേണ്ട, ഉടനെ നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ വേണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം. കാര്യങ്ങൾ അപ്പം ഞങ്ങളെ അറിയിക്കാൻ അവിടെ ഞങ്ങളുടെ ഒരാളായിട്ട് നീ വേണം. ഈശ്വര, അലോക് പറഞ്ഞത് ഞാൻ തന്നെ വേണം കാര്യങ്ങൾ കരക്കെത്തിക്കാനെന്നാ സുകന്യ പറയും. അല്ല, ഇനി അലോകിൻ്റെ തീരുമാനം പോലെ ഇരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് അച്യുതൻ രാജശ്രീയോടും സുകന്യോടുമായിട്ട് പറയാൻ കേട്ടോ. സുകന്യക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, പക്ഷേ അവരുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും എന്ന് അവർക്ക് വാക്ക് കൊടുക്കുവാണേ. ഇതേ സമയം നമ്മുടെ ഗോമതി റൂമിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അപ്പം ബാലൻ അങ്ങോട്ട് ചെല്ലുകയാണ്. താനെന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ എന്ന് ഗോമതിയുടെ ബാലൻ അപ്പം ചോദിക്കുകയാണ് കേട്ടോ. ഗോമതിയുടെ നോട്ടോ ഭാവമൊക്കെ കാണുമ്പം എന്താടോ, എന്തു പറ്റി, താനെന്നെ എന്താ ഇങ്ങനെ തുറിച്ച് ആദ്യം കാണുന്ന പോലെ നോക്കുന്നേ? ബാലേട്ടാ, സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാലേട്ടാ എന്ന് ഗോമതി പറയാം. 75 പവൻ്റെ സ്വർണം, 10 ലക്ഷം രൂപയുടെ FD, എന്തൊക്കെയാ ബാലേട്ട അവരോട് പറഞ്ഞത്? ഇതൊക്കെ ഉള്ളതാണോ? പയ്യന് പുതിയ കാറ്. ദേ എൻ്റെ ബാലേട്ട, ഇത്രയൊക്കെ പൈസ ബാലേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നോ എന്ന് ഗോമതി ചോദിക്കും. എടോ, താനും നമ്മുടെ മക്കളും കരുതുന്ന പോലെ ഈ ബാലൻ അത്ര പിശുക്കനൊന്നും അല്ലെന്ന് തനിക്കിപ്പം മനസ്സിലായില്ലേ എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കാം. അതിന് ബാലേട്ടൻ പിശുക്കനാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, താൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ എപ്പോഴാണ് ബാലേട്ട അങ്ങനെയൊക്കെ പറഞ്ഞത്? ആ ചടാക്ക് സ്കൂട്ടർ മാറ്റിയിട്ട് ഒരു കാറ് വാങ്ങും ബാലേട്ടാന്ന് താൻ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഒരു കാറുണ്ടെങ്കിൽ നമുക്ക് മഴയും വെയിലും ഒന്നും കൊള്ളാതെ എവിടെ വേണേലും എല്ലാവർക്കും കൂടി പോകാലോ, അതുമാത്രമാണോ കാര്യം എന്ന് ബാലൻ വീണ്ടും ചോദിക്കുക. അത് എൻ്റെ ഏട്ടന്മാർക്ക് കാറുണ്ടല്ലോ, അപ്പം പിന്നെ നമുക്കൊരു കാറൊക്കെ ആവാം. അപ്പോൾ ബാലേട്ടനും കാറ് വേണം. ഇതാണ് കാര്യം. എടോ, തൻ്റെ ഏട്ടന്മാർക്ക് കാറുകളുണ്ട്, വേറെ കുറേ ബിസിനസ്സുകളും ഉണ്ട്, അവിടെയൊക്കെ പോകാൻ അവർക്ക് കാറ് വേണ്ടേ? പക്ഷേ എനിക്ക് ആകെ ഒരു കടയല്ലേ ഉള്ളൂ. ഈ പലചരക്ക് കട നടത്തുന്ന എനിക്ക് കാറിൻ്റെ എന്താവശ്യമാണോ ഉള്ളത് എന്ന് ബാലനപ്പം ഗോമതിയോട് ചോദിക്കാം. കാർ അതിന് വാങ്ങിയില്ലല്ലോ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ഗോമതി ചോദിക്കാം. എടോ, ഇപ്പം ചെറിയൊരു കാറിന് പോലും 10 ലക്ഷം രൂപയാകും. നമുക്കാണെങ്കിൽ വലിയ ഓട്ടവും ഇല്ല. വെറുതെ എന്തിനാടോ 10 ലക്ഷം രൂപ നമ്മുടെ വീട്ടുമുറ്റത്ത് കിടന്ന് തൂരുമ്പെടുത്ത് നശിക്കുന്നത് നമ്മൾ കാണുന്നത്? കാശിനൊക്കെ വിലയില്ലേ എന്ന് ചോദിക്കും. കാറിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ റൂമിലും AC വേണമെന്ന് താൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ കള്ളം പറയല്ലേ ബാലേട്ടാ? ഇല്ലേ എന്നപ്പം ചോദിക്കാൻ കേട്ടോ നമ്മുടെ ബാലൻ. അത് പിന്നെ ആര്യനും ആകാശവും ആനന്ദും ഒക്കെ നിർബന്ധിച്ചപ്പം ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ എൻ്റെ ആഗ്രഹമൊന്നുമല്ല. പറഞ്ഞല്ലോ, അവന്മാരുടെ വാക്കും കേട്ടോണ്ട് AC വെച്ചിരുന്നെങ്കിലേ കറണ്ട് ബില്ല് ഇപ്പം എവിടെ പോയി നിന്നേനെ എന്ന് ബാലൻ ചോദിക്കാം. ബാലേട്ടനെല്ലാം നോക്കിയും കണ്ടും അല്ലേ ചെയ്യുള്ളൂ, ഞാൻ പറഞ്ഞത് കരുതി ബാലേട്ടൻ സമ്മതിച്ച് തന്നൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. എടോ, സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാവോ? അവരൊരിക്കലും ഉള്ളത് കൊണ്ട് ജീവിക്കില്ല, ആർഭാടം കാണിക്കാൻ ഇറങ്ങിത്തിരിക്കും, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കും, അതിനുവേണ്ടി കടം വാങ്ങും, ആഡംബര ജീവിതം നയിക്കും, ഒടുവിൽ കടക്കണിപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് അവരൊക്കെ മരിക്കും. ഇതൊക്കെ ഇവിടെ എത്രയോ നടക്കുന്നു. ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് മുണ്ട് മുറുക്കി കൊടുത്ത് ഞാൻ ജീവിച്ചത്. തനിക്ക് മനസ്സിലായോ? സത്യം പറയാലോ ബാലേട്ട, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് ഗോമതി പറയും. അനുശ്രീയുടെ കാര്യത്തിൽ മാത്രമല്ല, ധർമ്മൻ്റെ അടക്കം എല്ലാവരുടെയും കാര്യത്തിൽ ഞാനൊരു നീക്കിയിരിപ്പ് ബാക്കി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് കൃത്യമായി ഞാൻ കൊടുക്കും എന്ന് ബാലൻ പറയും. അല്ല ബാലേട്ട, ധർമ്മന് നമ്മുടെ മക്കളുടെയും പേരിൽ ബാലേട്ടൻ ഒരു കരുതൽ വെച്ചിട്ടുണ്ടെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ബാലേട്ടൻ, എന്നിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? അതെ, താൻ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് കൃത്യമായി ഞാൻ തന്നോട് പറയും, കേട്ടോടോ എന്ന് ചോദിക്കാം. ദേ, ഇപ്പം അനുശ്രീക്ക് ഒരു ആവശ്യം വന്നപ്പം അവൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ എന്ന് ബാലൻ ചോദിക്കുകയാണ്. ഇപ്പം മനസ്സിലായി.
ഇതുപോലെ ആര്യനും ആകാശനും ആനന്ദനും ധർമ്മനും ഒക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോരോ ആവശ്യങ്ങൾ വരട്ടെ, അപ്പോൾ അവർക്ക് കരുതി വെച്ചിരിക്കുന്നതും കൊടുക്കാം. അവർക്ക് എന്ത് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് അപ്പം അവരറിഞ്ഞാൽ പോരെ എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുക. അച്ഛൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണവും ഉണ്ടെന്ന് കരുതിയല്ല അവർ ജീവിക്കേണ്ടത്. സ്വയം കാലം നിന്ന് വളരട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. ഞങ്ങളായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊരു വാശയോടുകൂടി വേണം അവർ വളർന്നു വരാൻ. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴേ അവർക്ക് ബാലൻ്റെ മക്കളാകൂ. അല്ലാതെ അച്ഛൻ്റെ സ്വത്ത് ജീവിക്കാൻ നിന്നാലേ ഈ ബാലൻ്റെ മക്കളാകില്ല അവർ എന്ന് പറയാം. ഇതേ സമയം അനു ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം ഇല്ലാതെ നടക്കുവാണേ. എന്താ കാരണം? അലോകിൻ്റെ കാര്യത്തിൽ അനുവിന് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഏടത്തിമാർ ചെല്ലുക. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ജീവൻ ഒരു നല്ല ആളല്ലേ എന്ന് ദേവി ചോദിക്കാം. ചേച്ചി, ജീവൻ ഒരു നല്ല ആൾ തന്നെയാണ്, നന്നായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. സ്ത്രീകളോട് നല്ല റെസ്പെക്റ്റുള്ള ആളുമാണ്. പാർട്ട്ണർക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളും ഇതൊക്കെ തന്നെയല്ലേ എന്ന് മീനു ചോദിക്കുക. അതേ മീനു ചേച്ചി, ഇതൊക്കെ നല്ല ഗുണങ്ങളൊക്കെയാണ്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മീനു ചേച്ചി, എൻ്റെ പാസ്റ്റ് എന്താണെന്ന് ജീവൻ അറിയില്ല. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനും. ജീവനോട് ഇന്ന് അത് പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. പക്ഷേ അലോക് അവൻ അവിടെ നിന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജീവനോടൊന്നും പറയാനും സാധിച്ചില്ല. ഞാൻ ആകെ നെർവസായിപ്പോയി. ഭാഗ്യം എന്ന് അപ്പം മിത്ര പറയും. നീ ആ അലോകിൻ്റെ കാര്യം ജീവനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പറയണ്ടേ എന്നപ്പോൾ ചോദിക്കുക. എന്തിന് എന്നപ്പം മിത്ര ചോദിക്കും. അലോകും ഞാനും തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് ജീവൻ അറിയണം ചേച്ചി, അതാ അതിൻ്റെ ശരി. ചേട്ടത്തി, മീനു ചേച്ചി, ഇവളിത് എന്തൊക്കെയായി പറയുന്നേ എന്ന് മിത്ര ചോദിക്കാം. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. മോളെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നീ അതൊക്കെ വിട്ടുകള എന്ന് മിത്ര പറയണം. എനിക്ക് അങ്ങനെ അല്ല ചേച്ചി തോന്നുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നതിന് മുൻപേ എന്നെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ജീവൻ അറിഞ്ഞിരിക്കണം. അതാ അതിൻ്റെ ശരി. മോളെ, നിനക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി, അത്രയേ ഉള്ളൂ എന്ന് മിത്ര ഇപ്പം പറയാം. നീ അതിപ്പം ജീവനോട് പറയേണ്ട എന്താവശ്യമുള്ളത്? അപ്പം പെട്ടെന്ന് ദേവി പറയും. മിത്രേ, അനുമോള് പറയുന്നതിലും കാര്യമുണ്ട്. അലോകിനെ കുറിച്ചുള്ള സത്യങ്ങൾ ജീവനിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് പിന്നീട് വലിയ പ്രശ്നമാകും. അനുമോൾക്ക് ഒരിക്കലും ആ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒന്നും ഉണ്ടാകില്ല. അല്ലയിടത്തി അത് എന്ന് മിത്ര വീണ്ടും പറയും. മോളെ, ഈ കള്ളങ്ങളുണ്ടല്ലോ, അത് നമുക്ക് താൽക്കാലികം നേട്ടങ്ങൾ മാത്രമേ തരുള്ളൂ. അല്ലാതെ അതുകൊണ്ട് ഒരു ജീവിതം ഉണ്ടാക്കില്ല. പിന്നീട് അതേ കള്ളങ്ങൾ ഓരോ നിമിഷവും നമ്മളെ നെരിപ്പോടിൽ ഇങ്ങനെ നിർത്തി നീട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പം മീനും പറയും, അത് എടുത്ത് പറഞ്ഞതാ ശരി. ജീവനിൽ നിന്ന് നീ ഒന്നും മറച്ചു വെക്കേണ്ട ഒരാവശ്യമില്ല. നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ അവനോട് പറയുക തന്നെ വേണം. ഒരു ജീവിതം തുടങ്ങുമ്പം പൂർണ്ണമായും സത്യസന്ധമായി വേണം തുടങ്ങാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവനെ വിളിച്ച് ഇപ്പം തന്നെ അലോകിൻ്റെ കാര്യം പറയട്ടെ, ഫോണിലൂടെയോ എന്ന് മീനു ചോദിക്കുക. അപ്പം ദേവി പറയും, വേണ്ട മോളെ, ഈ കാര്യങ്ങളൊന്നും ഫോണിലൂടെ അല്ല പറയേണ്ടത്. അപ്പം മീനു പറയും, നേരിട്ട് തന്നെ പറയണം. ദേവിയും പറയും, നീ ജീവനെ ഒന്ന് വിളിച്ചേ മീനു. എന്നിട്ട് എന്ന് മിത്രയപ്പം ചോദിക്കുക. അനു ജീവനും തമ്മിൽ നേരിട്ട് സംസാരിക്കട്ടെ. പിന്നെ അനുവിൻ്റെ ഒപ്പം നിങ്ങളും ഉണ്ടാകണം. അനു, നീ ജീവനെ വിളിക്കുക എന്ന് മീനുവും പറയണം കേട്ടോ. അപ്പം നമ്മുടെ അനുമോള് ഫോൺ എടുക്കുക. എന്നിട്ട് മീനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണേ. അനുവിൻ്റെ കോള് കാണുന്ന ജീവൻ വളരെ സന്തോഷത്തോടു കൂടി അത് അറ്റൻഡ് ചെയ്യുക. അനു എന്ന് വിളിക്കും. അയ്യോ, ഞാൻ അനു അല്ല, മീനാക്ഷിയാ, അനുവിൻ്റെ ഏടത്തി എന്ന് മീനു അപ്പോൾ പറയൂ കേട്ടോ. ആ, എന്താ ഏടത്തി, എന്താ എന്നെ വിളിച്ചത് എന്ന് അപ്പോൾ ചോദിക്കുക. അനുവിന് ജീവനോട് നേരിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന്. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ജീവൻ നാളെ ഫ്രീ ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നാളെ കുറച്ച് തിരക്കുണ്ടല്ലോ ഏടത്തി. കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആകാം എന്ന് പറയേ. അങ്ങനെയാണെങ്കിൽ ജീവനൊരു കാര്യം ചെയ്യാമോ? ആ പാർക്കോവിൽ അറിയാവോ എന്ന് ചോദിക്കുക. അറിയാലോ. ആ, അവിടേക്കൊന്ന് വരാവോ? ജീവൻ രാവിലെ ഒരു 9 മണിക്ക് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് മീനു പറയേ. ഞങ്ങൾ അനുവിനെയും കൂട്ടി അങ്ങോട്ട് വരാം. എന്താ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കാം. ആ, ഓക്കെ ആണ്, ഞാൻ വന്നേക്കാം. ഞാൻ രാവിലെ 9 മണിക്ക് എത്താം. അപ്പം നമുക്ക് കാണാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം മീനു പറയും, കാര്യം നടന്നിട്ടുണ്ട് എന്ന് അനുവിനോട് പറയും. ജീവൻ രാവിലെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനൊരു അവസരവും കിട്ടും. അപ്പം ദേവി പറയും, മോളെ, നിനക്ക് പറയാനുള്ളതൊക്കെ നീ അവരോട് അവിടെ വെച്ച് കാണുമ്പം പറയണം കേട്ടോ. ഒരു കള്ളങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ പാടില്ല. സത്യസന്ധമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം.
സമയം ബാലൻ അച്യുതനോടും ആനന്ദിനോടും ഒന്ന് സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്കും ബാലനാണെങ്കിൽ അടുത്തേക്ക് ചെല്ലും. അച്യുതനാണ് മുഖം തിരിച്ചങ്ങ് നിൽക്കൂട്ടോ. ആനന്ദൻ ബാലൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, നിനക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത് എന്ന് ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, എൻ്റെ മോളുടെ കല്യാണം തീരുമാനിച്ചു, അതവിടെ അറിഞ്ഞു കാണുമെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയാം. ഓ, നീ നിൻ്റെ മോളുടെ കല്യാണം നടത്താൻ അനുവാദം ചോദിക്കാൻ വന്നതാണോ ഞങ്ങളുടെ അടുത്തേക്ക് എന്ന് അച്യുതൻ ചോദിക്കുക. നീ നിൻ്റെ മോളുടെ കല്യാണം ആഡംബരപൂർവ്വം നടത്തുമോ നടത്താതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറയാം. എൻ്റെ മോളുടെ കല്യാണം നടത്താനേ നിൻ്റെയൊക്കെ അനുവാദം എനിക്ക് ആവശ്യമില്ല. പക്ഷേ എൻ്റെ കുടുംബത്തിൽ എന്ത് നല്ല കാര്യം നടത്താനിരുന്നാലും നീയൊക്കെ കയറി ഇരു കുടുംബങ്ങൾക്കും ഇടയിലുള്ള പകയും വിദ്വേഷവും തീർക്കാനുള്ള അവസരമായിട്ട് അത് എടുക്കാറുണ്ടല്ലോ. അക്കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ധർമ്മൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയാം. ഓ, നിൻ്റെ വീട്ടിലൊരു കല്യാണക്കാര്യം വന്നപ്പം നിനക്ക് ഇത്ര രക്തം തിളയ്ക്കുന്നല്ലേ? ഇതുപോലൊരു കല്യാണത്തലേന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിരുന്നു ഗോമതയുടെ കല്യാണം. അന്ന് കല്യാണത്തിൻ്റെ അന്ന് ചെറുക്കൻ്റെയും കൂട്ടരുടെയും മുന്നിൽ പെണ്ണൊളിച്ചോടിപ്പോയതറിഞ്ഞ് നാണം കെട്ട് തല കുനിച്ച് നിന്ന അവളുടെ ഏട്ടന്മാരെയും അച്ഛനെയും അമ്മയൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ഞങ്ങളായിരുന്നു. അതേ അവസ്ഥ നിനക്കൊക്കെ വന്നാലേ നീയൊക്കെ പഠിക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആനന്ദം പറയും, മിണ്ടാതിരുന്ന അച്യുത എന്ന് പറയാം, ഞാൻ സംസാരിക്കാം. ഓ, നിൻ്റെയൊക്കെ മനസ്സിൽ ഇപ്പോഴും പകയും വിദ്വേഷവും എത്രത്തോളം ഉണ്ടെന്ന് ഈ ബാലൻ അറിയാം. ഞാൻ ഭീഷണിയായിട്ട് പറയുകയല്ല. പക്ഷേ എൻ്റെ മോളുടെ കല്യാണം മനസ്സമാധാനത്തോടെ നടത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് മര്യാദയുടെ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ വന്നത്. അല്ലാതെ ധർമ്മൻ്റെ കല്യാണത്തിന് എന്ത് കാട്ടിക്കൂട്ടിയ ചെറ്റത്തരം പോലെ ഇവിടെ എന്തെങ്കിലും പ്രവർത്തിക്കാനാണ് നിൻ്റെയൊക്കെ ഭാവമെങ്കിൽ ബാക്കി അപ്പം പറയാം എന്ന് ബാലൻ പറയാൻ കേട്ടോ. ആനന്ദൻ ഇതെല്ലാം കേട്ട് വളരെ സൗമ്യനായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അച്യുതനാണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.